ഡിയർ ഫ്രണ്ട്സ്, ഈ കാണുന്നത് കേരളോ ഊട്ടിയോ തമിഴ്നാടോ നമ്മുടെ പച്ചപ്പ് നിറഞ്ഞ മറ്റ് സ്ഥലങ്ങളൊന്നുമല്ല. ഇത് എന്താ പറയുക, നമ്മൾ ഉണങ്ങി വരണ്ട് നിൽക്കുന്ന ഗൾഫിൻ്റെ വളരെ മനോഹരമായ പച്ചപ്പ് നിറഞ്ഞ ജൽഫ് കഫേ എന്ന് പറയുന്ന ഒമാനിലെ ഒരു വളരെ നല്ല മനോഹരമായൊരു ഗ്രാമപ്രദേശമാണ്. അവിടെ നടക്കുന്ന കൃഷികളൊക്കെയാണ് എനിക്ക് പിന്നിൽ കാണുന്നത്. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ബാക്കി കാഴ്ചകളെല്ലാം കാണിച്ചു തരാം. ഇങ്ങോട്ടുള്ള യാത്രയും മറ്റ് ഡീറ്റെയിൽസും അതുപോലെ തന്നെ മനോഹരമായ കൃഷിയിടങ്ങളും, എസ്പെഷ്യലി മുന്തിരി, സബോള, അങ്ങനെ എല്ലാവിധ കൃഷികളും ഇവിടെ ഉണ്ട്. എന്തുകൊണ്ടും വളരെ നല്ല തണുത്തൊരു അന്തരീക്ഷം, അടിപൊളി സ്ഥലമാണ് എന്തായാലും. അപ്പോൾ നമ്മുടെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. അതിനൊപ്പം തന്നെ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർ കാണാത്ത മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യുക. ഇവിടേക്ക് പോകാൻ നമുക്ക് രണ്ട് വഴിക്ക് പോവാം. ഒന്ന് നക്കൽ ഭാഗത്തു നിന്ന് റുസ്താക്കിന് പോകുമ്പോൾ അവിടുന്ന് തിരിഞ്ഞ് ലെഫ്റ്റിലേക്ക് തിരിഞ്ഞ് ഉള്ളിലേക്ക് പോവാം. അതുപോലെ തന്നെ റുസ്താക്കിൽ നിന്നാണ് ഞങ്ങൾ പോകുന്നത്. ആ മനോഹരമായ റുസ്താക്ക് ഗേറ്റ് ഒക്കെ കഴിഞ്ഞ് ടൗണിൻ്റെ എൻട്രി എടുത്ത് പറയേണ്ട ഒരു കാഴ്ച തന്നെയാണിത്. വളരെ മനോഹരം, മലകളാൽ ചുറ്റപ്പെട്ട, ഏകദേശം ഒമാൻ്റെ ഒരു 15-20% ഇതേപോലെയുള്ള വമ്പൻ മലകളാണ്. ഈ മലകളുടെയൊക്കെ കൂറ്റൻ മലകളുടെയൊക്കെ നടുക്ക് ചെറിയ ചെറിയ കൊച്ചു കൊച്ചു ഗ്രാമങ്ങൾ, അതുപോലെ തന്നെ അവിടെയൊക്കെ ഒരുക്കിയിരിക്കുന്ന മനോഹരമായ ഇൻഫ്രാസ്ട്രക്ചർ, റോഡ്, തോട്, പാലമൊക്കെ എന്ത് മനോഹരമായിട്ടാണ് ഇവിടെയൊക്കെ ഈ ഉൾഗ്രാമത്തിലൊക്കെ ഇങ്ങനെ റോഡുകളൊക്കെ പണിതിട്ടുള്ളതും സൈൻ ബോർഡുകളും കൃത്യമായിട്ടുള്ള സൈൻ ബോർഡുകളൊക്കെ വെച്ച് തിരിഞ്ഞു പോകുന്ന അവസ്ഥയൊക്കെ. ഇതൊക്കെ നമ്മളൊന്ന് കണ്ടു പഠിക്കേണ്ടത് തന്നെയാണ്. നമ്മുടെ നാടൊക്കെ ഒന്ന് കണ്ടുപഠിക്കേണ്ടത്. ഒമാനൊക്കെ അത്ര വലിയ സാമ്പത്തിക ശക്തിയൊന്നുമല്ല, എന്നാൽ അവരുടെ ഇൻഫ്രാസ്ട്രക്ചറൊക്കെ അവർ ഒരുക്കിയിരിക്കുന്നൊരു ഭംഗി, ഈ വലിയ കൂറ്റൻ മലകൾ, അതിൻ്റെയൊക്കെ സൈഡിൽ മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ച് കൊച്ചു റോഡുകൾ ഒക്കെ ക്ലിയറാക്കി നമുക്ക് തിരിയേണ്ട സ്ഥലത്തേക്ക് എത്തിക്കഴിഞ്ഞു. അവിടെയൊക്കെ നല്ല സൈൻ ബോർഡുകളും ഫുൾ ഡീറ്റെയിൽസ് അവിടെ കൊടുത്തിരിക്കുകയാണ്. അങ്ങോട്ട് പോകേണ്ടത് ഇനി അങ്ങോട്ട് കൊച്ചു ഗ്രാമത്തിലേക്ക് തിരിഞ്ഞിട്ടുള്ള വഴിയാണ്. ഏകദേശം ഇവിടുന്ന് 25 കിലോമീറ്ററാണ് ജൽഫ് കഫേ. ഒരു കഫേ ആണ് അവിടെ ഉള്ളത്. ഒരു കൊച്ചു ഗ്രാമം, വളരെ മനോഹരമായ ഒരു ഗ്രാമപ്രദേശത്തിൻ്റെ ഭംഗി കാണാനാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കൂറ്റൻ മലകളെയൊക്കെ ഇങ്ങനെ കീറി മുറിച്ച് റോഡുണ്ടാക്കി തട്ടുതട്ടായിട്ടുള്ള സ്ഥലങ്ങളിൽ കൂടെയൊക്കെ കയറിപ്പോകുന്ന ഒരു അഡ്വഞ്ചർ ജേർണി അല്ലെങ്കിൽ ഡ്രൈവാണെന്ന് വേണമെങ്കിൽ പറയാം. അതിലുപരി ഒരു വൈബാണ് ഇവിടുത്തെ ഡ്രൈവിങ്. ഇതേപോലെ ഇടയ്ക്കിടയ്ക്ക് ഈ 25 കിലോമീറ്ററിൻ്റെ ഇടയ്ക്കിടയ്ക്ക് കൊച്ചു കൊച്ചു ഗ്രാമങ്ങൾ, അത് കുറച്ച് വീടുകളും അവരുടെ ഗവൺമെൻറ് ഫെസിലിറ്റീസും പള്ളിയൊക്കെ ഇങ്ങനെ ഒതുങ്ങിയിട്ടുള്ള ഒരു കൊച്ചു നമ്മുടെ നാട്ടിലെയൊക്കെ കൊച്ചു ഗ്രാമങ്ങളെ ഒക്കെ കാണുന്ന അതേ ഒരു പ്രതിനിധി. വളരെ മനോഹരമായിട്ടാണ് ഇതൊക്കെ ഒരുക്കിയിട്ടുള്ളത്. ഗവൺമെൻറ് എല്ലാ ഫെസിലിറ്റീസും ഇവിടെയൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, എത്ര ദൂരത്തിലാണെങ്കിലും. റോഡിലുടനീളം അതുപോലെ തന്നെ കുറച്ച് വീടുകൾ ഉണ്ടെങ്കിൽ ആ വീടുകളുടെയൊക്കെ അടുത്ത് ഗവൺമെൻറ് വേസ്റ്റ് ബിന്നൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത് നമുക്ക് കാണാം. ഇതിനൊന്നും 5 പൈസ ആരും നമ്മൾ പേ ചെയ്യേണ്ട കാര്യമില്ല. ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത്, നമ്മുടെ വീടുകളിൽ പഞ്ചായത്തിൽ നിന്നൊക്കെ 50 രൂപ 100 രൂപ പിരിക്കാൻ 4 പ്ലാസ്റ്റിക് എടുക്കാൻ വരുന്ന ആളുകളുടെ ഒരു അവസ്ഥയാണ്. എന്തായാലും ഒക്കെ ഞങ്ങൾ ഈ മെയിൻ റോഡിൽ നിന്നൊക്കെ തിരിഞ്ഞ് ഈ നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്തിൻ്റെ അടുത്തെത്താറായി. ഇതാണ് വാദി എന്ന് പറയുന്നത്. അത് മഴവെള്ളമൊക്കെ ഇങ്ങനെ കുത്തിയൊലിച്ച് ഒഴുകി വരുന്ന സ്ഥലമാണ്. ഇതിൻ്റെ ഉള്ളിൽ കൂടെയാണ് ഞങ്ങളുടെ യാത്ര. അപ്പോൾ ഇങ്ങോട്ട് വരുന്നവർ 4 വീൽ വണ്ടിയിൽ വരാൻ ശ്രമിക്കുക. ചെറിയ വണ്ടിയാണെങ്കിലും കുഴപ്പമില്ല, പക്ഷെ വണ്ടിയൊക്കെ ഡാമേജ് ആവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് വളരെ കെയർ ചെയ്യുക. അങ്ങനെ ഞങ്ങൾ ഏകദേശം നമ്മുടെ ഉദ്ദേശിച്ച സ്ഥലത്തിൻ്റെ അടുത്തേക്കുള്ള ചെറു വഴികളിലൊക്കെ എത്തി. കൊച്ചു കൊച്ചു വീടുകളുടെയൊക്കെ ഇടയ്ക്കൂടെ ഇങ്ങനെ തത്തിക്കളിച്ച് പോകണം. ഡ്രൈവിങ് വളരെ ഡിഫിക്കൽട്ടാണ്. പഴയ വീടുകളാണ്, അതൊക്കെ പുതുക്കി പണിതിട്ടുണ്ട്. അത് പച്ചപ്പൊക്കെ കണ്ടു തുടങ്ങി, മനോഹരമായ വെള്ളം ഒഴുകി തുടങ്ങി. അങ്ങനെ മലയുടെ മുകളിൽ നിന്ന് ഒലിച്ചു വരുന്ന വെള്ളമാണ് നമ്മുടെ ജൽഫ് കഫേ സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തേക്ക്. എൻ്റെ പുറകിൽ കാണുന്ന ഒരു ചെറിയൊരു കുളം കണ്ടോ? ഈ മലയുടെ മുകളിൽ നിന്നൊക്കെ ഒലിച്ചു വരുന്ന വെള്ളം, ഈ കാണുന്ന വലിയ ഒരു മലയുണ്ട്. എൻ്റെ പുറകിൽ കാണുന്ന വലിയൊരു മല. ഈ മലയുടെ ഉള്ളിൽ നിന്നൊക്കെ വരുന്ന വെള്ളം, ഒലിച്ചു വരുന്ന വെള്ളം ഇവർ ശേഖരിച്ച് ഇതുപോലെയുള്ള ചെറിയ ചെറിയ കുളങ്ങളിലേക്കൊക്കെ വെള്ളം വിട്ട് ഈന്തപ്പനത്തോട്ടവും മറ്റ് ചെറിയ കൃഷിയിടങ്ങളൊക്കെയാണ്, അല്ലെങ്കിൽ ആ ഈന്തപ്പനത്തോട്ടത്തിലേക്കൊക്കെ വെള്ളം തിരിച്ചുവിടുന്ന
ചെറിയ ചെറിയ കുളങ്ങൾ, എന്ത് ഭംഗിയാ നോക്കുക വെള്ളം കാണാൻ. അങ്ങനെ ഫൈനലി ഞങ്ങൾ ഉദ്ദേശിച്ച സ്ഥലത്ത് ജൽഫ് കഫ സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് ഒരു മനോഹരമായൊരു ചെറിയ പള്ളിയൊക്കെ ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. ചെറിയ കാർ പാർക്കിങ്. അവിടെ നിന്ന് കാണുന്ന ഒരു വിഷ്വല് എന്താ പറയുക, നമുക്ക് ഈ ചൂടും മണലാരുണ്യമൊക്കെ കണ്ട് മനസ്സുമെടുക്കുന്നവർക്ക് ഇതൊന്ന് കണ്ട മനോഹരമായ ഒരു കുളിർമ മനസ്സിലേക്ക് വരുന്ന. അങ്ങനെ മുന്തിരിയൊക്കെ കൊച്ചു കൊച്ചു തോട്ടങ്ങളും അതിൻ്റെ താഴെ സവോള, പുല്ല് കൃഷി, ഉരുളക്കിഴങ്ങ്, തക്കാളി എന്ന് വേണ്ട സർവ്വ കൃഷികളും ഇവിടെയുണ്ട്. നമുക്ക് എന്തായാലും കൃഷിയിടത്തിൻ്റെ ഭംഗിയൊക്കെ ഒന്ന് കാണാം, എങ്ങനെയാണ് ഇത് കൃഷി ചെയ്യുന്നത് എന്നൊക്കെ നമുക്ക് ഇതിൻ്റെ കണ്ടിന്യൂവേഷൻ ഒന്ന് കണ്ടു നോക്കാം. ഇതാണ് ജൽഫ് കഫയുടെ, അത് ജൽഫ് എന്ന് പറഞ്ഞ ഒരു വില്ലേജാണ്. ആ വില്ലേജിൻ്റെ ഒരു മനോഹരമായ ദൃശ്യമാണ് ഈ കാണുന്നത്. അവിടുത്തെ കൊച്ചു കൃഷിയിടം എന്തുകൊണ്ട് വളരെ എടുത്തു പറയാവുന്ന ഒരു സംഭവമാണ്. ഇത് മസ്കറ്റിൽ നിന്ന് ഏകദേശം 250 കിലോമീറ്റർ ദൂരത്തിലുള്ള ഒരു 2-3 മലയിടുക്കുകളുടെ ഉള്ളിലുള്ള ഒരു മനോഹരമായ സ്ഥലമാണ് വാദി എന്ന് പറയുന്നത്. വെള്ളം ഒഴുകി പോകുന്ന സ്ഥലത്തിനാണ് വാദി എന്ന് പറയുന്നത്. അപ്പോൾ ആ സ്ഥലത്തുള്ള ഒരു ഇടയ്ക്കുള്ള കുറച്ച് സ്ഥലങ്ങളാണ്. ഇവിടെ ഈ മരുഭൂമിയിൽ മരുപ്പച്ച എന്നൊക്കെ പറയുന്ന പോലെ നമുക്ക് കാണാൻ ഏറ്റവും രസകരമായിട്ടുള്ള സ്ഥലമാണ്. എന്തുകൊണ്ട് കിടുക്കാച്ചി സ്ഥലമാണ്, കിടുക്കാച്ചി. ഭയങ്കര മനോഹരമായിട്ടാണ് ഇവിടെ എല്ലാം ഒരുക്കിയിട്ടുള്ളത്. ചോളം കൃഷി ഒരുപാടുണ്ട്. നല്ല സൂപ്പർ ചോളം. പണ്ടൊക്കെ എൻ്റെയൊക്കെ കുഞ്ഞിലെ എൻ്റെയൊക്കെ കപ്പപ്പറമ്പിൽ ഉണ്ടാക്കിയിട്ടുള്ള സാധനമാണ് പണ്ട് കൃഷി ചെയ്തിരുന്നത്. ഒട്ടുമിക്ക വീടുകളിലും ഗ്രാമപ്രദേശങ്ങളിൽ കേരളത്തിൽ ചോള കൃഷി ഉണ്ടായിരുന്നു. കപ്പയുടെയൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ രണ്ട് വിത്ത് വീതം ഇട്ട് പോയിട്ട് അവിടുന്ന് പൊട്ടി മുളർച്ച് വരുന്നത്. അതിലെന്താ ഇവിടെ സലാഡ് ഇലകൾ, മറ്റ് ഒരു വെള്ളക്കിഴങ്ങ് പോലത്തെ ഈ സബ്ജിയിലും അതുപോലെ തന്നെ കൃഷികളിലൊക്കെ ഉണ്ടാക്കുന്ന കൊച്ചു മുന്തിരി പന്തലുകൾ. ചോളം ഇവിടെ എടുത്തു പറയേണ്ടതാണ്. എല്ലാ മുട്ടുകളിലും ഉണ്ടാവുന്നുണ്ട്. തന്നെയല്ല ഒന്നും നാശാവാത്ത രീതിയിലുള്ള നല്ല ഹൈബ്രിഡ് ടൈപ്പാണ്. ഇവിടെ നിന്നൊക്കെ ഒരുപാട് ഒമാൻ്റെ മറ്റ് പ്രദേശത്തേക്കൊക്കെ കയറി പോകുന്നുണ്ട് സീസണിൽ എന്നാണ് നമുക്കറിയാൻ പറ്റിയത്. കാരണം ഇവിടെ ബംഗാളികളാണ് ഇതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. നല്ല ടൈപ്പാണ്, നല്ല കാഫലമുള്ള ടൈപ്പാണ്. അതുപോലെ തന്നെ അത് ഒരുപാട് ഏരിയയിൽ കൃഷി ചെയ്യുന്നുണ്ട്. ഒരുപാട് ഏരിയയിൽ തട്ടായിട്ടുള്ള സ്ഥലത്ത് വെള്ളം ഉള്ള ക്രമീകരണങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് വെള്ളത്തിനുള്ള. ഇത് സവോള കൃഷിയാണ്. ഇത് വിത്തിനുള്ള സവോള പാകി നിർത്തിയിട്ടുള്ളതാണ് ഈ കാണുന്നത്. ഇത് പറിച്ച് ആണ് നടുന്നത്. ഇതിങ്ങനെ പാകി നിർത്തിയേക്കുകയാണ്. പാകി നിർത്തിയേക്കണത് ഏകദേശം 1 മാസം ആണ് ഇങ്ങനെ നിൽക്കുക. ഇതിന് ശേഷം ഇത് പറിച്ച് ഇതിന് പ്രത്യേകമായിട്ടുള്ള തടയെടുത്തിട്ടുള്ള സ്ഥലങ്ങളിലേക്ക് പറിച്ച് നമ്മൾ ഈ ഞാറ് നടുന്നതുമാതിരിയൊക്കെ നടുമെന്നാണ് നമുക്കിവിടുന്ന് കാണാൻ പറ്റിയിട്ടുള്ളത്. ഇതെന്തായാലും ഒരു പുതിയ അറിവാണ് എങ്ങനെയാണ് ഇതിൻ്റെ കൃഷി എന്നുള്ളത്. ഇത് ഏകദേശം ഒരു 1 മാസം 1.5 മാസത്തിന് ശേഷം ഇത് മാറ്റി ഇതുപോലെയുള്ള തടയെടുത്തിട്ടുള്ള വയലിൽ ഇതിലൊക്കെ ഇങ്ങനെ തിരിച്ച് ചെയ്യുന്നത് മാതിരി നെൽകൃഷി ചെയ്യുന്ന ഒരു സീനാണ് കാണുന്നത്. ഇതിങ്ങനെ ഒരു 4 മാസത്തോളം ഇങ്ങനെ കൃഷി ചെയ്ത് കഴിയുമ്പോഴാണ് സവോള പറിക്കാൻ പറ്റുക. എന്തായാലും ഇങ്ങനത്തെ ഒരു കൃഷിയൊക്കെ എന്നെ സംബന്ധിച്ച് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഇവിടെ ഒരുപാട് മറ്റ് കൃഷിയിടങ്ങളൊക്കെ ഉണ്ട്. ഇതെന്താണ് എന്നെനിക്കറിയില്ല. ഇതിൻ്റെ സലാഡ്, നമ്മൾ ഭക്ഷണത്തിനൊക്കെ ഉപയോഗിക്കുന്ന സലാഡിൻ്റെ ഇലകൾ ഇടയ്ക്ക് കൃഷിയുണ്ട്. അത് കൂടാതെ ഏതൊക്കെയോ ടൈപ്പ് കൃഷിയിടങ്ങളാണ് ഉണ്ട് ഇവിടെ. എന്തായാലും വളരെ മനോഹരമാണൊരു പച്ചപ്പ്. അതുപോലെ തന്നെ ഇവിടെ എടുത്തു പറയേണ്ട വളരെ മനോഹരമായ വേറൊരു ബിസിനസ് കൂടെയാണ് ഈ പുല്ല് വെച്ച് നട്ടിങ്ങനെ കൃഷി ചെയ്യുന്നത്. അതിൻ്റെ ഉള്ളിലുള്ള ചെറിയ മുന്തിരിത്തോട്ടങ്ങൾ. ഈ മുന്തിരിയൊക്കെ ഇപ്പം സീസണല്ല, ആ സീസണിൽ ഇത് കട്ട് ചെയ്ത് കൊടുക്കും. പുല്ല് അങ്ങനെ കട്ട് ചെയ്തിട്ടുള്ള സ്ഥലമാണ് ഈ കാണുന്നത്. ഓരോ ബണ്ടിലുകൾ കട്ട് ചെയ്ത് അവർ പശുക്കൾക്കും ഒട്ടകത്തിനും ഒക്കെ ആയിട്ട് ഇങ്ങനെ ഇവിടുന്ന് സെയിൽ ചെയ്യും. ഓരോ വലിയ വണ്ടികളിലാണ് ഇവിടുന്നൊക്കെ പോകുന്നത്. മസ്കറ്റിൻ്റെ ഒമാൻ്റെ മറ്റ് പ്രദേശങ്ങളിലേക്കൊക്കെ ഇങ്ങനെ കയറി പോകുന്നുണ്ട്. ഇത് തന്നെ നല്ലൊരു ബിസിനസ്സാണ്. ഈവൻ നമ്മുടെ മലയാളികൾ പോലും ഇങ്ങനെ പാട്ടത്തിന് ഇവിടെ സ്ഥലം എടുത്ത് ഇങ്ങനെ കൃഷി ചെയ്ത് പുല്ലൊക്കെ കട്ട് ചെയ്ത് കൊടുക്കുന്ന ആളുകളുണ്ട്. അതിൽ നിന്നൊക്കെ നല്ല ഒരു ഏണിങ്സ് ഉണ്ടാക്കും. ഇത് എന്താണ് സംഭവം എന്ന് മനസ്സിലാവുന്നില്ല. എന്തോ ഒരു
എന്താ പറയുക, ക്യാബേജ് പോലെയുള്ളതൊക്കെ സംഭവം തോന്നണം. അതുപോലെ എന്തോ ഒരു സംഭവമാണ്. അതാ എവിടെയാണെങ്കിലും ഈ വക ക്ഷുദ്രജീവികൾ കൃഷിയെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് എല്ലാ സ്ഥലത്തും ഉണ്ടാവും. പച്ചക്കുതിര പോലത്തെ ഒരു സാധനം കാർന്ന് തിന്നാൻ വന്നിരിക്കുകയാണ്. മനുഷ്യനെ ജീവിക്കാൻ അനുവദിക്കാത്ത സാധനങ്ങളാണ് ഇതൊക്കെ. ഈ മുന്തിരി തോട്ടങ്ങളെല്ലാം ഇങ്ങനെ കരിഞ്ഞൊരവസ്ഥയിൽ, എനിക്ക് തോന്നുന്നു ഇതിൻ്റെ സീസൺ അല്ല ഇപ്പോൾ. സീസൺ വന്നാലാണ് കൃത്യമായിട്ട് ഇതാവുള്ളൂ, അല്ലെങ്കിൽ ഒരവസ്ഥയിലേക്ക് വരുള്ളൂ. സിനു, അപ്പോൾ എൻ്റെ കൂടെ നമ്മുടെ സുഹൃത്താണ്. എങ്ങനെയുണ്ട് ഇവിടുത്തെ കാഴ്ചകളും കാലാവസ്ഥയൊക്കെ എങ്ങനെയാ? എങ്ങനെയുണ്ട് ഒമാനിലെ മറ്റു സ്ഥലങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ? അടിപൊളി സ്ഥലം. പുല്ല് കൃഷി ഒരു നല്ല സാമ്പത്തിക വരുമാനം ഉണ്ടാക്കുന്ന ഒരു പരിപാടിയാണ് ഇവർക്ക്. പുല്ലിങ്ങനെ നട്ടു വളർത്തി കട്ട് ചെയ്ത് കൊടുക്കുന്ന ഒരു പരിപാടി. എല്ലാം മത്തങ്ങ, കുമ്പളങ്ങ, അങ്ങനെയുള്ള കൃഷികൾ ഒരുപാട്. നല്ല കായ്ഫലമാണ് എന്തായാലും. അതായത് ഇതിൻ്റെയൊക്കെ കടയ്ക്ക തന്നെയാണ്. അങ്ങനെ പടരാത്ത ടൈപ്പ് മത്തയാണ് കേട്ടത്. അങ്ങനെ വള്ളിയില്ല, അങ്ങനെ ഒരു കുറ്റിച്ചെടി പോലെ നിൽക്കുന്ന ഒരു മത്തയാണിത്. നോക്കി, ഇതിൻ്റെ കടയ്ക്കൽ തന്നെ 5ഉം 6ഉം കായകളുണ്ടാവാനുള്ള പൂവൊക്കെ ഇട്ട് കായകളുണ്ടായി കഴിഞ്ഞു. ഇതാദ്യമായിട്ട് കാണാം എന്തായാലും. നമ്മുടെ നാട്ടിൽ മുഴുവൻ വള്ളി ടൈപ്പല്ലേ. ഇത് കണ്ടോ, ഇത് മുഴുവൻ കുറ്റി ടൈപ്പാണ്. കാന്താരി മുളക് ഇഷ്ടം പോലെയാണ്. കാന്താരി മുളകിനേക്കാളും അല്പം കൂടെ വലിയതാണ്. ശേഷിയില്ലാത്ത തക്കാളി നിൽക്കുന്നുണ്ട്. ചെറിയ തക്കാളികളാണ്. എന്തോ ഒരു കൃഷിയാണ്, എന്താണ് സംഭവം എന്നുള്ളത് മനസ്സിലാവുന്നില്ല. ഇത് കുറേ ഉണ്ട് ഇങ്ങനെ. അടുത്ത വിളകളിറക്കാനുള്ള സ്ഥലം അവരെല്ലാം നല്ല സെറ്റപ്പാക്കിയിട്ട്. പക്ഷെ പണികളെല്ലാം ബംഗാളികളാണ്, നമ്മുടെ ആൾക്കാരൊന്നും അല്ല. കംപ്ലീറ്റ് ബംഗാളികൾ കൈയടക്കിയൊക്കെയാണ് കൃഷി സ്ഥലങ്ങളെല്ലാം. മേൽനോട്ടം ഒമാനിയും, പണി ബംഗാളി. ഇതെന്താ സംഭവം എന്നുള്ള മനസ്സിലായിട്ടില്ല. എന്തോ ഒരു ഇതൊക്കെ ഈ ഉള്ളിയാണ്. ഉള്ളിയും സബോളയൊക്കെയാണ് ഈ കാണുന്നത്. ഈ പൂത്ത് നിൽക്കുന്ന എന്താണ് സംഭവം എന്നുള്ളത് മനസ്സിലാവണില്ല. ഇവിടെ വേറൊരു ടൈപ്പ് ചോളം ഇങ്ങനെ പൂത്ത് നിൽക്കണം. അതിൻ്റെ കടയ്ക്കൽ ഇഷ്ടം പോലെ ഉണ്ടായിട്ടുണ്ട്. അതങ്ങനെ ഒരുപാടുണ്ട്. അത് ചോളം തോട്ടങ്ങൾ ഒരുപാടുണ്ട്. അപ്പോൾ ഞങ്ങളുടെ ഇവിടുത്തെ ഈ മനോഹരമായ ദൃശ്യങ്ങൾ കാണുകയും ഇവിടുത്തെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഒന്ന് പഠിക്കുകയും ഒക്കെ ചെയ്ത ഒരു വല്ലാത്ത രസകരമായൊരു സ്ഥലമാണ്. അപ്പോൾ എന്തായാലും ഇവിടുത്തെ കാഴ്ചകളൊക്കെ തൽക്കാലം കണ്ട് ഞങ്ങൾ തിരിച്ചു പോകാൻ പോവുകയാണ്. മോളിൽ കണ്ടോ ഒരു കഫേ. ഇവിടുത്തെ പേര് തന്നെ ജൽഫ് കഫേ എന്നാണ്. ആ കഫേയുടെ പേരിലാണ് അറിയപ്പെടുന്നത്. എന്തുകൊണ്ടും വളരെ മനോഹരമായൊരു എന്താ പറയുക, കാപ്പി കുടിക്കാനുള്ള സംവിധാനങ്ങളൊക്കെ അവിടെ ഉണ്ട്. തന്നെ ഈ തണുപ്പത്ത്, ഇപ്പം നല്ല തണുപ്പാണ് കേട്ടോ ഇവിടെ, നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു അവസ്ഥയല്ല. അപ്പോൾ ഈ തണുപ്പത്ത് അവിടെ ഇരുന്നൊരു കാപ്പിയൊക്കെ കുടിച്ച് ഈ ദൃശ്യങ്ങളൊക്കെ കണ്ട് കാറ്റൊക്കെ അടിച്ച് ഉമ്മറത്തൊക്കെ ഇരുന്ന് ചായ കുടിച്ചിരിക്കില്ല, മഴയൊക്കെ കണ്ട് അല്ലെങ്കിൽ തണുപ്പൊക്കെ അടിച്ച്, അതൊരു ഫീലിംഗ് ആണ് എന്തായാലും ഇവിടെ. എന്തുകൊണ്ട് ഇവിടെ ഒമാനിലുള്ളവർക്ക് വരാൻ പറ്റുക, അല്ലെങ്കിൽ ഈവൻ ഇനി പുറത്തുനിന്നുള്ള ദുബായിൽ നിന്നൊക്കെ വരുന്ന ആളുകൾക്കൊക്കെ ആണെങ്കിലും ഇവിടെ വന്നതാ. ഇത് കണ്ടോ മുന്തിരിത്തോട്ടം, ഇഷ്ടംപോലെ കൊച്ചു കൊച്ചു മുന്തിരിത്തോട്ടങ്ങൾ ഒരുപാടുണ്ട്. ഇതിന്റെ ഉള്ളിൽ തന്നെ ഒന്നിരുന്ന രസമാണ്. പക്ഷെ ഇപ്പൊ മുന്തിരിയുടെ സമയമൊന്നും അല്ല, എങ്കിലും നമുക്കത് കാണാനും ആസ്വദിക്കാനും ഒക്കെ ആയിട്ട് എന്തുകൊണ്ട് അടിപൊളിയാ.
എന്നോടൊപ്പം എൻ്റെ ക്യാമറാമാൻ സിനും കൂടെ ഉണ്ട്. ആള് ക്യാമറ പിടിക്കാനൊക്കെ ഭയങ്കര വിദഗ്ധരാണ്. അപ്പൊ അതുകൊണ്ട് എന്തുകൊണ്ടൊരു അടിപൊളി സ്ഥലം. ഓക്കെ, അപ്പോൾ ഒമാനിലുള്ളവർ നമ്മുടെ സുഹൃത്തുക്കളും മറ്റുള്ളവരൊക്കെ ഇവിടെ വന്ന് കാണാൻ പറ്റുകയാണ് നല്ലതാണ്. കാരണം കുറച്ച് ഉള്ളിലാണ്, ഒരു 4 വീൽ വണ്ടിയൊക്കെ വേണം. ഓക്കെ, ശരിക്കും. പക്ഷെ ഞങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ഉള്ളത് 4 വീൽ അല്ലെങ്കിലും വരാം. ഓക്കെ, നല്ല സ്ഥലം, നല്ല ഡ്രൈവാണ്. സ്പെഷ്യലി നമുക്ക് മനസ്സിനും ശരീരത്തിനും ഒക്കെ നല്ല ഒരു ഉന്മേഷം പകരുന്ന അടിപൊളി ഒരു ട്രിപ്പായിരിക്കും. നല്ല ഡ്രൈവായിരിക്കും ഇങ്ങോട്ട്. അപ്പോൾ അതുകൊണ്ട് വന്ന് കാണാൻ കഴിയുന്നവരൊക്കെ കാണുക. ഇല്ലെങ്കിൽ നമ്മുടെ വീഡിയോ മറ്റുള്ളവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ പ്രധാന ഐറ്റമാണ് ഈ കോഫി. അപ്പോൾ അതാ ഞങ്ങളുടെ കോഫി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഐസ് കോഫി, ഐസ് ഇട്ടിട്ടുള്ള കോഫി. നല്ല തണുപ്പാണ്, പക്ഷെ ഐസ് ഇട്ടിട്ട് കഴിക്കണം നല്ലത്. ഇതാ ഇവിടുത്തെ ലോക്കൽ ആളുകൾ തന്നെയാണ് ഇത് ഉണ്ടാക്കുന്നത്. ഞങ്ങളുടെ കോഫിയും ബിസ്ക്കറ്റും റെഡിയായി. ഈ മനോഹരമായ സായം സന്ധ്യയിൽ ജൽഫ് കഫേ എന്നിൽ നിന്ന് ഒരു കോഫി, അതും നല്ല ഐസ് ഇട്ട ഒരു സ്പെഷ്യൽ കോഫി ആണ് ഞങ്ങൾ കഴിക്കുന്നത്. അപ്പോൾ ഈ കോഫി കുടിച്ച് ഞങ്ങൾ ഇവിടുന്ന് പോകാമെന്ന് വിചാരിക്കുന്നു. മനോഹരമായ ഈ പച്ചപ്പ് നിറഞ്ഞ സ്ഥലത്ത് നിന്ന് തൽക്കാലം വിട പറയാൻ പോവുകയാണ്. അപ്പോൾ ഈ കൊച്ചു യാത്രയ്ക്ക് ഇവിടെ തൽക്കാലം വിരാമം കുറിക്കുകയാണ്. ഒരു പുതുപുത്തൻ വീഡിയോ ആയി എത്രയും പെട്ടെന്ന് വരുന്നതായിരിക്കും. അതുവരെ ഗുഡ് ബൈ.